Hello, welcome to our YouTube. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് സിമ്പിളായിട്ടൊരു പ്രോബ്ലമാണ്. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും നമ്മളൊന്ന് ഗസ് ചെയ്യാൻ പറയണം. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഓൾറെഡി ഒരു ക്ലാസ് ഉണ്ട്. ക്ലാസ്സിന് നമുക്കൊരു കൺസ്ട്രക്ടർ ഉണ്ട്, എന്ന് പറഞ്ഞൊരു കൺസ്ട്രക്ടർ ഉണ്ട്. അതിന് ഓൾറെഡി ഒരു പബ്ലിക് ആയിട്ടുള്ള ഒരു വേരിയബിൾ ഉണ്ട്. ഓക്കെ, നമുക്ക് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് അങ്ങനെ കൊടുത്തായിരിക്കും. ഇത് വേണമെങ്കിൽ ക്ലാസ് ആക്കി കൊടുക്കായിരുന്നു, സ്ട്രക്ട് ആക്കി കൊടുക്കായിരുന്നു, നോ പ്രോബ്ലം. എങ്ങനെയായാലും കുഴപ്പമില്ല. ഓക്കെ, അതിനുശേഷം ഞാനൊരു പ്രിൻ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്രിൻ്റ് ഫംഗ്ഷനിലോട്ട് നമ്മൾ എയുടെ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിനകത്തുള്ള _ എന്ന് പറഞ്ഞ സംഭവം നമ്മൾ പ്രിൻറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ കോൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇൻ്റെ മെയിനകത്ത് നമ്മൾ ഡയറക്റ്റ് പ്രിൻ്റ് ഓഫ് 1000 എന്ന് കോൾ ചെയ്യാൻ പറ്റണം. പിന്നെ പ്രിൻ്റ് A of 500 എന്ന് കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 3 ടൈപ്പ് ഓഫ് ആൻസേഴ്സ് നമുക്ക് കിട്ടാം. ഓക്കെ, ഒന്ന് നമുക്ക് കമ്പൈലേഷൻ എറർ കിട്ടാം, രണ്ടാമത്തെ റൺ ടൈം എറർ കിട്ടാം, മൂന്നാമത്തെ നമുക്ക് 1500 നമ്മൾ എന്താണ് കൊടുത്തത് അതേപോലെ കിട്ടാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അറിയാവുന്നെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് വരിക നമുക്ക് നോക്കാം. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കമ്പൈലേഷൻ എറർ അല്ല. ഓക്കെ, എല്ലാം ഫസ്റ്റ് തന്നെ നമ്മൾ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് കിട്ടുന്ന സമയത്ത് നമ്മൾ പ്രിൻ്റ് ഓഫ് 1000 എന്ന് പറഞ്ഞ് കണ്ടു കഴിഞ്ഞാൽ അധികം ആൾക്കാർ നമ്മൾ ഡയറക്റ്റ്ലി കൊടുക്കുന്ന ഒരു ആൻസറാണ്. കാരണം 1000 എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണ് നമ്മുടെ വിചാരം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് കമ്പൈലേഷൻ എറർ വരുന്നവർ. ചിലർ വിചാരിക്കും കമ്പൈലേഷനിൽ കുഴപ്പമൊന്നും ഉണ്ടല്ലോ, പക്ഷേ റൺ ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ 1000 എന്ത് ചെയ്യാൻ പറ്റില്ല, എയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അത് റൺ ടൈം എറർ ആയിരിക്കാമെന്ന് വിചാരിച്ചിട്ട് റൺ ടൈമിൽ കൊടുക്കാം. ഓക്കെ, പക്ഷേ എക്സാക്ട്ലി ഇത് എന്താണ് സംഭവിക്കാന്ന് അറിയുന്നവർ മാത്രമേ അത് എന്ത് ചെയ്യുള്ളൂ, ഇങ്ങനെ 1500 എന്ന രീതിയിലുള്ള ആൻസർ സെലക്ട് ചെയ്യുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കമ്പൈലർ 1000-നെ എന്ത് വെച്ച് കഴിഞ്ഞാൽ എയിലോട്ട് കൺവേർട്ട് ചെയ്യും. അതായത് നമ്മൾ ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയും, എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറയും. എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ കൺവേർട്ട് ചെയ്യും, മാനുവലായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുക. ഇംപ്ലിസിറ്റ് കൺവേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി കമ്പൈലർ എന്ത് ചെയ്യും, അതിന് മനസ്സിലാവുന്ന രീതിയിലുള്ള സംഭവമാണെങ്കിൽ ഓട്ടോമാറ്റിക് അതിനെ പിടിച്ച് കൺവേർട്ട് ചെയ്തോളും. അപ്പോൾ ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക് നടക്കുന്നത് ഇംപ്ലിസിറ്റ് കൺവേർഷനാണ്. ഓക്കെ, അപ്പോൾ ഇംപ്ലിസിറ്റ് കൺവേർഷൻ നടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ നമ്മൾ 1000 എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പ്രിൻറ്റിൻ്റെ ആർഗ്യുമെൻ്റ് എന്താണ് ബേസിക്കലി എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ, എയുടെ ഒബ്ജക്റ്റ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ എക്ക് ഓൾറെഡി ഒരു കൺസ്ട്രക്ടർ ഉണ്ട്, അതിന് നമ്മൾ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുക്കുന്നത് ഇൻറ്റിജറാണ്. ഓക്കെ, അപ്പോൾ കമ്പൈലർ വിചാരിക്കും ഓൾറെഡി എയുടെ ആർഗ്യുമെൻ്റ് എന്താണ്, ഒരു ഇൻറ്റിജറായിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഇംപ്ലിസിറ്റ്ലി എയുടെ ഒബ്ജക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, കൺവേർട്ട് ചെയ്തിട്ടാണ് ഇതിനെ പ്രിൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളിതൊന്ന് ജസ്റ്റ് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും 1500 എന്ന് പറഞ്ഞിട്ട് റൺ ചെയ്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ബട്ട് നമുക്ക് ഇങ്ങനെ ഒരു കൺവേർഷൻ നമുക്ക് ആവശ്യമില്ല. ഇത് എപ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു സംഭവം ചെയ്യുന്ന സമയത്ത് നമ്മൾ അറിയാതെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് നമുക്ക് അൺവാണ്ടഡ് ആയിട്ടുള്ള ആൻസേഴ്സ് കിട്ടും. ഓക്കെ, നമ്മൾ 1000 കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ശരിക്ക് 1000 പ്രിൻറ്റ് ചെയ്ത് കിട്ടണം. നമുക്ക് ശരിക്കും വേണ്ടത് അങ്ങനെയല്ല അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇംപ്ലിസിറ്റ് കൺവേർഷൻസ് നമ്മൾ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നൊരു കീവേഡാണ് എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞിട്ട് കീവേഡ്. ഓക്കെ, എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു കീവേഡ് നമ്മൾ കൺസ്ട്രക്ടറിന് മുമ്പ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് കിട്ടും, എറർ കിട്ടും. കാരണം ഇവിടെ നമ്മൾ കാണാൻ പറ്റും കുഡ് നോട്ട് കൺവേർട്ട് 1000 ടു ഇൻറ്റ് ഫ്രം ഇൻറ്റ് ടു എ എന്ന് പറഞ്ഞിട്ട് കൺവേർഷൻ എറർ കിട്ടും. അപ്പോൾ നമ്മളിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരിക്കലും ഇംപ്ലിസിറ്റ്ലി നമ്മൾ കൺവേർട്ട് ചെയ്യാതെ ഡയറക്റ്റ്ലി എ ഓഫ് 1000 എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി കൊടുക്കേണ്ടി വരും. എ ഓഫ് 1000 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, എററൊന്നും കിട്ടില്ല, നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. നമ്മളത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, നിങ്ങളിത് ഒന്ന് മനസ്സിലാക്കി എപ്പോഴായാലും നിങ്ങൾക്ക് ഇത് യൂസ് ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ പുതിയ ടോപ്പിക്കായിട്ട് വരും. ഓക്കെ, ബൈ.